നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ളത് ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശംഖുദാസുമാണ്. ശംഖുദാസ് പ്രചരണത്തിലാണ്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയും വീടുകളിൽ കയറിയും കടകളിൽ കയറിയും ഒക്കെയുള്ള വോട്ടഭ്യർത്ഥനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശംഖുദാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഷൊർണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു പൾസ് മണ്ഡലത്തിൻ്റെ കിട്ടിക്കാണും. എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം? വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന, വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ ആത്മവിശ്വാസം നൽകുന്ന, ജയിക്കും എന്നൊരു ഉറച്ച ബോധ്യം നൽകുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും BJP ആഗ്രഹിക്കുന്നുണ്ട്. അവർ BJPയുടെ ഒരു വരവ് കൊതിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJP വരണമെന്ന് BJPക്കാരെക്കാൾ കൂടുതൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണോ? ജനങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരോട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഷൊർണൂരിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന വികസനം എന്താകണമായിരുന്നു യഥാർത്ഥത്തിൽ 2026 ഷൊർണൂർ ഒരു പദ്ധതിയാണ് നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അതായത് ഷൊർണൂരിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള മേൽക്കൈ നമുക്കറിയാം. പല നിലകളിലും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നഗരമായിരുന്ന, പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ഒരു സാംസ്കാരികമായിട്ടാവട്ടെ, വ്യാവസായികമായിട്ടാവട്ടെ, കാർഷികമായിട്ടാവട്ടെ, അതല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി തന്നെ പല നിലയ്ക്കുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഷൊർണൂർ. അതുകൊണ്ടാണ് നമ്മുടെ സദേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂരിൽ വരുന്നത്. ആ ഷൊർണൂരിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഏതാണ്ട് ഇക്വിഡിസ്റ്റൻ്റായി കിടക്കുന്ന ആളുകൾക്ക് ഒന്നിച്ച് ഒത്തുകൂടാൻ സാധിക്കുന്ന, സ്ഥലത്തിൻ്റെ ലഭ്യത വളരെയേറെയുള്ള, ജനസാന്ദ്രത കുറവുള്ള, അതേസമയം ജലത്തിൻ്റെയും ലഭ്യതയുള്ള ഭാരതപ്പുഴ, തൂതപ്പുഴ തുടങ്ങിയിട്ടുള്ള നദികൾ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഈ നിലയ്ക്കെല്ലാം ആളുകൾക്ക് ഒത്തുകൂടി വ്യവസായങ്ങൾ, സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഈ കണക്ടിവിറ്റി റെയിൽവേ ജംഗ്ഷൻ വരുന്നത്. ആദ്യത്തെ സ്റ്റീൽ ഉരുക്ക് വ്യവസായങ്ങൾ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളെല്ലാം ഷൊർണൂരിലാണ് ആരംഭിക്കുന്നത്. കാരണം റോ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ സാധിക്കും, വെള്ളം കിട്ടും, ഭൂമിയുടെ ലഭ്യതയുണ്ട്. ഈ ഘടകങ്ങളൊക്കെ അനുകൂലമായിരുന്നു. കൃഷിക്ക് വലിയ പ്രാമാണികതയുള്ള, വലിയ പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയുർവേദ ആശുപത്രി സ്ഥാപിക്കപ്പെടുന്ന സ്ഥലം ഷൊർണൂരാണ്. കേരളീയ ആയുർവേദ സമാജമാണ്. വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വരുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ സാംസ്കാരികമായിട്ട് വലിയ പ്രദേശമാണ്. വെള്ളിനേഴി പോലെയുള്ള പൈതൃക ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് ഹിസ്റ്ററിക്കൽ ഹെഡ് സ്റ്റാർട്ടുകൾ, ഒരുപാട് മുൻകൂർ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഷൊർണൂർ. അങ്ങനെ ഉണ്ടായിരുന്ന ഷൊർണൂർ 2026 അത് എത്തേണ്ടിയിരുന്ന ദൂരത്തിലേക്ക് എത്തിയോ എന്ന് ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരോടും സ്വയം ചോദിക്കാനാണ് BJP ആവശ്യപ്പെടുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട 10 നഗരങ്ങളിലെ ഒന്നായിരുന്ന ഷൊർണൂർ ഇന്ന് കേരളത്തിലെ 50 നഗരങ്ങളിലെങ്കിലും ഒന്നാണോ? ഇന്ന് ഇന്ത്യയിൽ ഷൊർണൂർ ആ നിലയ്ക്ക് അത് എത്തേണ്ടിയിരുന്ന യഥാർത്ഥ ദൂരത്തിലേക്കും ഉയരത്തിലേക്കും അതിന് പറന്നെത്താമായിരുന്ന വികസനത്തിൻ്റെ വിഹായസിലേക്കും എത്തിയിട്ടുണ്ടോ? മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികൾ ഷൊർണൂരിൻ്റെ യഥാർത്ഥ ശേഷിയും ക്ഷമതയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും വേണ്ട ഭാവനാത്മകമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതില്ലെന്നുള്ളതാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം. കഴിഞ്ഞ 15 വർഷം ഷൊർണൂരിനെ പ്രതികരിച്ചിട്ടുള്ള MLA-മാരും ഷൊർണൂരിന് വേണ്ടി നിയമസഭയിൽ ശക്തമായി സംസാരിക്കുകയോ, കേരള പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ഷൊർണൂരിലേക്ക് ആകർഷിക്കുകയോ, ഷൊർണൂരിലേക്ക് വലിയ പദ്ധതികൾ കൊണ്ടുവരികയോ, വലിയ ഫണ്ടിങ് ഉറപ്പുവരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഷൊർണൂർ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. 15 വർഷമേ ആയിട്ടുള്ള ഷൊർണൂർ മണ്ഡലം ഉണ്ടായിട്ട് ആ 15 വർഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന് തുല്യമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതെല്ലാം അൺഡു ചെയ്യാൻ, ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരവസരം BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷൊർണൂരിൽ ഉണ്ടാവും എന്ന ഉറപ്പാണ് ഷൊർണൂരിലെ ജനങ്ങൾക്ക് BJP കൊടുക്കുന്നത്. ഇപ്പോൾ ഷൊർണൂർ നഗരസഭ എടുത്താലും വാണിയംകുളം പഞ്ചായത്ത് എടുത്താലും രണ്ടും BJP അത്യാവശ്യം സ്വാധീന മേഖലയായി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ മറ്റ് പഞ്ചായത്തുകളിൽ ചെല്ലുമ്പോഴും ആ മേഖലകളിലും ഇപ്പോൾ നമുക്ക് ഇപ്രാവശ്യം BJPക്ക് വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണോ ഉള്ളത് സ്ഥാനാർത്ഥിക്ക്? തീർച്ചയായിട്ടും. നമുക്കിത് ഷൊർണൂരിൽ എല്ലായിടത്തും സമഗ്രമായി, സർവ്വതോന്മുഖമായി, വ്യാപകമായി നടക്കുന്നൊരു പ്രതിഭാസമാണ്. അതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലോ വാണയംകുളത്തോ ഒക്കെ കണ്ടത്. അവിടെയൊന്നും BJPക്ക് ഒരു കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്നില്ല. BJPക്ക് 2011 കേവലം 10,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഷൊർണൂർ. അത് 2016 ആയപ്പോഴേക്ക് 28,000 വോട്ടായി. 2021 ആയപ്പോഴേക്ക് അത് 37,000 വോട്ടായി. ഷൊർണൂരിലുള്ള BJPയുടെ വളർച്ച എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അത് ജോമെട്രിക്കൽ പ്രോഗ്രഷനാണ്, അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിൽ ആ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ഷൊർണൂരിലെ ജനങ്ങൾ ഈ മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികളിൽ തൃപ്തരല്ല. അവർ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മൂന്നാമത്തെ ബദലിനെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ബദലാവാൻ BJPക്ക് സാധിക്കുമെന്നൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഇനിയുമേറെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷം BJP ആണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, വാണിയംകുളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ BJP ആണ് അവിടുത്തെ പ്രതിപക്ഷം ആയി നിലകൊള്ളുന്നത്. ഇവിടെ കോൺഗ്രസ് അല്ല. ഇവിടെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുടനീളം ഉണ്ട്. ഇടതു സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. അതേസമയം ഈ മണ്ഡലത്തിൽ MLA-ക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. കഴിഞ്ഞ
5 വർഷം ഈ MLA നഷ്ടപ്പെടുത്തി കളയുകയാണ്. അദ്ദേഹം ഒന്നും മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല, മണ്ഡലത്തിന് വേണ്ടി സംസാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഒരു അണ്ടർ പെർഫോമിംഗ് MLA ഒരു നോൺ പെർഫോമിംഗ് MLA ആയിരുന്നു എന്നൊരു വികാരം ഈവൻ ഇടതുപക്ഷ സർക്കിളുകൾക്കുള്ളിൽ പോലുണ്ട്. CPM അണികൾക്കിടയിൽ പോലും MLA 5 വർഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിരുദ്ധ വികാരം സാധാരണഗതിയിൽ അത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ഭവിക്കാറെങ്കിൽ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് BJP ആയതുകൊണ്ട് ഈ പറയുന്ന ആൻറ്റി ഇൻക്യുമൻസി ഫാക്ടേഴ്സ് എല്ലാം കോൺഗ്രസിനല്ല BJPക്ക് അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ട് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും, അതിപ്പോൾ നമ്മൾ നിൽക്കുന്ന നെല്ലായി ആവട്ടെ, തൃക്കടിരി ആവട്ടെ, അനങ്ങനാടി ആവട്ടെ, വെള്ളിനേഴി ആവട്ടെ, ഇവിടുന്ന് എല്ലാം ഇത്തവണ BJP പ്രതീക്ഷിച്ചതിലേറെ വോട്ടുകൾ സമാഹരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുതന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീലിംഗ്. ഇടതുകോട്ടയിൽ ഇത്തവണ വിള്ളൽ വീഴും. അങ്ങനെ ഒരു കോട്ടയില്ലെന്ന്. ഇടത് കോട്ട എന്നൊക്കെ ഉള്ളതൊരു കാൽപ്പനിക പ്രയോഗം മാത്രമാണ്. ആ കോട്ടയുടെ എന്താണ് കോട്ടയുടെ കാവൽക്കാരനായിരുന്ന ആൾ തന്നെ ഇപ്പോൾ UDFൻ്റെ മുന്നണിയിൽ ഇരുന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനാധിപത്യത്തിൽ തകരാത്ത കോട്ടകളൊന്നുമില്ല. ഈ കോട്ട എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ഫ്യൂഡൽ സങ്കല്പമാണ്. തങ്ങളുടെ ഒരു എന്താണ് അധീനതയിലുള്ള പ്രദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിമറിച്ചുണ്ടാക്കുന്നതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും ഒരു കാലത്തും ഒരു പ്രദേശത്തിൻ്റെ മേലും അനിയന്ത്രിതമായിട്ടുള്ള ഏകാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളൊന്നുമില്ല. ജനങ്ങളാണ് ഏറ്റവും വലിയ അവകാശികൾ. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും തൂക്കി വെളിയിലെറിയാനും പുതിയ അവകാശികളെ സ്ഥാപിക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കോട്ടയായിരുന്നെങ്കിൽ അതൊരു ഭൂതകാല പ്രയോഗമാണ്. കോട്ടയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. ആ കോട്ടയെല്ലാം തകർന്ന് തരിപ്പണമാവും. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക പാറി പറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ BJP പ്രകടന പത്രിക കൂടി പുറത്തിറക്കിയാണ്. BJPയുടെ ഒരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്താണ് വക്താവാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ പ്രകടന പത്രികയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസിത കേരളം എന്ന് പറയുന്ന പ്രഖ്യാപനവുമായിട്ടാണ്. അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം വലിയൊരു വികസനത്തിലേക്കുള്ളൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2047 ഒരു വികസിത രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത്. ആ വികസിത ഭാരതത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുന്ന, വികസിത ഭാരതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി അതിനോടൊപ്പം സഞ്ചരിക്കുന്ന, ആ വികസനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന ഒരു വികസിത കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന പദ്ധതിയാണ് വികസിത കേരളത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ആ വികസിത കേരളം എന്ന് പറയുന്ന BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഗതിവേഗം കൂട്ടുന്ന ഒരു മാനിഫെസ്റ്റോയാണ്. എങ്ങനെയാണ് BJP കേരളത്തിൻ്റെ വികസനത്തെ വിഭാവനം ചെയ്യുന്നത് എന്ന് എല്ലാ മനുഷ്യർക്കും നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള അതിൻ്റെ വികസന കാഴ്ചപ്പാട് അക്കമിട്ട് നിരത്തുന്ന വളരെ കൺസ്ട്രക്റ്റീവായ, വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സന്തോഷം, ആശംസകൾ. ഓക്കെ, അപ്പോൾ എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP NDA സ്ഥാനാർത്ഥി, ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് തൻ്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ എന്തായാലും ഇത്തവണ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. വിജയമുണ്ടാകും, ഈ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴും എന്ന് തന്നെയാണ് ശങ്കുട്ടി ദാസ് നമ്മോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ NS-നൊപ്പം പ്രദീപ് പട്ടാമ്പി, മലബാർ ന്യൂസ്.